മലപ്പുറം ജില്ലാ കലോത്സവത്തിന്റെ സമാപന ദിവസമായ ഇന്നും ഏറെ വൈകിയും സമയം ഏകദേശം 9 മണി കഴിഞ്ഞു. നമ്മുടെ പുറകിൽ ഒരുപാട് പേര് കൂട്ടം ചേർന്ന് നിൽക്കുന്നത് കാണാം. കലോത്സവ നഗരി ഉറങ്ങിയിട്ടില്ല. എല്ലാ വേദികളിലും പരിപാടികൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കാണികളുടെ വലിയൊരു തിരക്ക് നന്നായി കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അതൊന്നും ഒരു പരിപാടികളെയും ബാധിച്ചിട്ടില്ല, കാണികളെയും ബാധിച്ചിട്ടില്ല. എല്ലാം മനോഹരമായി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ പുറകില് ഈ കൂടി നിൽക്കുന്നവരിൽ ഈ കുട്ടികളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റ്യൂം ഒക്കെ കാണുമ്പോൾ ഇത് ഏതാണ് കലാരൂപം, ഇത് എന്ത് പരിപാടിയാണ് എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയം തോന്നാൻ നല്ല സാധ്യതയുണ്ട്. കാരണം എല്ലാവർക്കും സുപരിചിതമായ ഒരു കലാരൂപമല്ല ഇത്. കഴിഞ്ഞ വർഷമാണ് ഈ ഒരു കലാരൂപം കലോത്സവ വേദികളിൽ അരങ്ങേറി തുടങ്ങിയത്. ആദിവാസി സമൂഹങ്ങളുടെ വിവാഹങ്ങളിൽ തലേ ദിവസങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന ഒരു പ്രത്യേക ഇനം നൃത്തരൂപമാണ്. ഇതിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് ജസ്റ്റ് നമുക്ക് തോന്നും ഒന്നുമില്ല, ഒരു കോസ്റ്റ്യൂം ഓർണമെന്റ്സ് ഇല്ല, സംഭവം സിമ്പിൾ ആണ് എന്ന് തോന്നും. അല്ല, അതിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ അവർക്ക് ഒഴിച്ചുകൂടാനാവാത്ത അവരുടെ കല്യാണങ്ങൾ അവർ നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ തലേ ദിവസത്തെ ഒരു വലിയ പരിപാടിയായി സ്ത്രീകൾ എല്ലാവരും ചേർന്ന് ആടിപ്പാടി കൊട്ടി സന്തോഷപൂർവ്വം അവര് അവതരിപ്പിക്കുന്ന ഒരു നൃത്തരൂപമാണ് മംഗലം കളി എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം വേദികളിൽ വന്ന മംഗലം കളി ഒരുപാട് പേർക്കൊന്നും അറിയില്ല. അതിന്റെ കോസ്റ്റ്യൂം എന്താണ്, എങ്ങനെയാണ്, ഭാഷ എന്താണ് ഒന്നും അറിയില്ല. നമുക്ക് ഈ മക്കളിലൂടെ എന്തായാലും തുടർന്നുള്ള കലോത്സവങ്ങളിൽ ഇനി മംഗലം കളി എന്താണ് എന്നുള്ളത് ആർക്കും ഒരു സംശയവും വരരുത്. ഇതന്നെയാണ് മംഗലം കളി. ഈ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അവരുടെ ദേഹത്തിരിക്കുന്ന വസ്ത്രങ്ങളായിക്കോട്ടെ, ആ മാല ആയിക്കോട്ടെ, കമ്മലായിക്കോട്ടെ, തലയിലിരിക്കുന്ന എല്ലാ സംഭവങ്ങളും അവർ തന്നെ സ്വയം ഉണ്ടാക്കിയെടുത്തതാണ്. നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഈ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ചോദിക്കാം. മോളെ, എങ്ങനെയാണ് ഈ കോസ്റ്റ്യൂമൊക്കെ സെറ്റ് ചെയ്തത്? ഞങ്ങളെല്ലാം സ്വന്തം പ്രിപ്പയർ ചെയ്താണ്. സ്വന്തം തുണി മേടിച്ചിട്ട് അതെല്ലാം ചായ മുക്കി സ്വയം നിർമ്മിച്ചതാണ്. അതേപോലെ ഞങ്ങൾ ഇട്ടിരിക്കുന്ന കമ്മല്, അതുപോലെ തൊപ്പി, ഇതെല്ലാം പുറത്തുനിന്ന് മേടിച്ചതെല്ലാം സ്വയം ഉണ്ടാക്കിയതാണ്. അതാണ് ഞങ്ങളെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഈ മാലയൊക്കെ മുളയാണ് അല്ലേ? അതെ, മുള കൊണ്ട് നിർമ്മിച്ചതാണ്. ഇത് ആരാ ഈ ഒരു ഐഡിയ പറഞ്ഞെന്നാരാണ്? ഞങ്ങളുടെ കുഞ്ഞികൃഷ്ണൻ സാറാണ് ഞങ്ങളെ പഠിപ്പിച്ച ട്രെയിനറാണ്. സർ, ഇങ്ങനെ ഒരു കലാരൂപം കഴിഞ്ഞ വർഷങ്ങളിലാണ് ഇപ്പോൾ കലോത്സവ വേദികളിൽ എത്തിയത്. ഒരുപാട് ആർക്കും അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വേഷമൊന്നും കാണുമ്പോഴും ആർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. സാധാരണഗതിയിൽ ഒരു കലോത്സവ നഗരിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പ് കണ്ടും കോസ്റ്റ്യൂം കണ്ടും ഇത് ഏത് നൃത്തരൂപമാണ് അല്ലെങ്കിൽ ഏത് ഐറ്റം ആണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. പക്ഷെ നമ്മുടെ ഈ മക്കളെ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്താണ് എന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പം ഇത് ഇനി ആർക്കും ഒരു സംശയം ഉണ്ടാവരുത്. സമൂഹത്തിൽ എല്ലാവർക്കും ഇങ്ങനെ ഒരു കലാരൂപം നിലനിൽക്കുന്നുണ്ട്. കലോത്സവ വേദികളിലൂടെ ഇനി അതെല്ലാവരും അറിയപ്പെടണം. അപ്പൊ എന്താണ് സർക്ക് ഈ കലാരൂപത്തെ പറ്റി പറയാനുള്ളത്? പിന്നെ മംഗലം കളിയാണ്. പിന്നെ ഇതിപ്പോൾ മംഗലം കളിയിൽ നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ കാസർഗോഡിൻ്റെ തന്നെ പിന്നെ 2 യൂണിറ്റിൽ, മാവിലൻ അതുപോലെ തന്നെ മലവോട്ട്, ഈ യൂണിറ്റിൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള അനുഷ്ഠാന കലാരൂപമാണ് മംഗലം കളി. ഈ കല്യാണത്തിൻ്റെ തലേ ദിവസം തൊട്ട് പുലരും വരെ ആണ് ഈ പിന്നെ കൊട്ടി പാടുകയും ഒക്കെ ചെയ്യുന്നത്. അതൊരു ആഘോഷം തന്നെയായിരുന്നു. അപ്പോൾ അന്ന് ആ കല്യാണത്തിൻ്റെ അന്ന് ആരൊക്കെ അവിടെ വന്നു, ഇന്ന് വേഷമൊന്നുമില്ല, അവരെന്താണ് ആ വേഷം ധരിച്ചിരിക്കുന്നത്, ആ വേഷത്തോടു കൂടിയായിരുന്നു പിന്നെ മംഗലം കളിയൊക്കെ അവതരിപ്പിച്ചിരുന്നത്. അതും നമ്മൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ തനിമ ചോരാതെ അതിൻ്റെ തനത് വേഷങ്ങളിൽ തന്നെ നമ്മൾ അവതരിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കീഴിൽ നമ്മളെ കാസർഗോഡിൽ തന്നെ മംഗലം കളി അക്കാദമിയുണ്ട്. ഈ അക്കാദമിൻ്റെ കീഴിൽ നമ്മൾ ഇതിൻ്റെ പിന്നെ ഓരോ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ നല്ല തനിമകൾ നമ്മൾ കണ്ടെടുത്തിക്കൊണ്ടാണ് മത്സരരംഗത്ത് വരുമ്പോഴത്തേക്ക് ഈ തരത്തിലുള്ള കോസ്റ്റ്യൂമുകളൊക്കെ നമ്മൾ പിന്നെ തയ്യാറാക്കിയെടുത്തത്. ഈ കോസ്റ്റ്യൂമും കാര്യങ്ങളും എല്ലാം സ്വന്തമായി തന്നെ നിർമ്മിക്കാം എന്നുള്ളൊരു ഐഡിയ സാറിന്റെ തന്നെയായിരുന്നു? അല്ല, നമ്മൾ ഐഡിയ അങ്ങനെയല്ല. നമ്മളൊരു പിന്നെ അക്കാദമിയിൽ ഒരു തീരുമാനം ആയിരുന്നു ഈ ഏത് തരത്തിലാണ് നമുക്ക് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മനോഹരമായുള്ള തനിമ നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ നമ്മൾ അവതരിപ്പിക്കണം എന്നുള്ളൊരു തീരുമാനമായിരുന്നു നമ്മൾ അക്കാദമിൻ്റെ കീഴിൽ വന്നത്. ആ തരത്തിലാണ് ഈ തരത്തിൽ നമ്മൾക്ക് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം വരികയും അങ്ങനെ നമ്മൾ അക്കാദമിൻ്റെ കീഴിൽ തന്നെ ഈ തരത്തിലുള്ള പിന്നെ കോസ്റ്റ്യൂമുകൾ ഉപയോഗിക്കണം എന്നുള്ള തീരുമാനം വരികയായിരുന്നു. തുടർന്ന് സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് കോസ്റ്റ്യൂമിലും അതേപോലെ തന്നെ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണം, അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഇപ്പോൾ മനസ്സിലുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ? ഇല്ല, ഇനി മാറ്റങ്ങളില്ല. പിന്നെ ഇത് തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ സ്റ്റേറ്റ് തലത്തിൽ നമ്മൾ മത്സരിക്കുമ്പോൾ ഇതേ കോസ്റ്റ്യൂം തന്നെ ആയിരിക്കും പിന്നെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അക്കാദമിയിൽ നിന്ന് പരിശീലിപ്പിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അക്കാദമിയിൽ നിന്ന് വരുന്ന പിന്നെ പരിശീലകർ ഒക്കെ ഈ തരത്തിലുള്ള കോസ്റ്റ്യൂമുകളായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്താണ് മക്കളെ, എല്ലാവരും വാടി തളർന്ന് നിൽക്കുകയാണല്ലോ. കളിച്ച് എനർജി ഒക്കെ പോയോ? ക്ഷീണത്തിലാണോ? ഫുഡൊന്നും കഴിച്ചില്ലേ? ആരും കഴിച്ചല്ലോ?
ഉച്ചയ്ക്ക് കഴിച്ചാണോ? പിന്നെ കഴിച്ചിട്ടില്ല. എപ്പോഴായിരുന്നു അപ്പൊ പ്രോഗ്രാം? ഞങ്ങൾക്ക് 8 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഇനി വേണം ഫുഡ് കഴിക്കാൻ, എന്നിട്ട് വേണം എനർജി ഒക്കെ ഉണ്ടാക്കാൻ. പക്ഷെ സന്തോഷമില്ലേ? ഫസ്റ്റ് കിട്ടിയതിന്റെ സന്തോഷമില്ലേ? നല്ല സന്തോഷമില്ലേ? അപ്പൊ ആ എനർജി എന്തായാലും ഫേസിൽ വേണം കേട്ടോ. ഫസ്റ്റ് കിട്ടിയിട്ട് ഇങ്ങനെ വാടി തളർന്നൊന്നും നിൽക്കാൻ പറ്റത്തില്ല. ഇനി എന്തായാലും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇത് എല്ലാവരുടെയും പാരന്റ്സ് ഇവിടെ സൈഡിലുണ്ട്, എല്ലാവരും മാറി നിൽക്കുകയാണ്. പക്ഷെ ഈ കുട്ടികളുടെയൊക്കെ വലിയൊരു പിൻബലം എന്ന് പറയുന്നത് ഈ പാരന്റ്സ് തന്നെയാണ്. എല്ലാവിധ സപ്പോർട്ടും കൊടുത്ത് അവരെ ഈ സ്റ്റേജ് ഫിയർ എന്നൊരു സംഭവം ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെയും കുറവാണ്, എന്നാലും ഒരുപാട് കുട്ടികൾക്ക് കണ്ടുവരുന്ന ഒരു സംഭവമാണ്. എത്ര പ്രാക്ടീസ് ചെയ്താലും എത്രയൊക്കെ പഠിച്ചു എന്നുണ്ടെങ്കിലും സ്റ്റേജിൽ കയറുന്ന സമയത്ത് വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. അതിൻ്റെയൊക്കെ ഈ കുട്ടികൾ ഇത്ര നന്നായി ഇത് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന ആളുകളാണ് ടീച്ചേഴ്സ്, പാരന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇവരെ വിട്ടുകൂടാൻ പറ്റില്ല. എല്ലാവരും ഹാപ്പിയാണോ? എല്ലാവരും ഹാപ്പിയാണോ? ഫസ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നു. സ്വന്തം മക്കളുടെ കളികൾ കാണുന്ന സമയത്ത് നമുക്ക് തന്നെ ഭയങ്കര അഭിമാനം തോന്നും അല്ലേ? അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നിയ നിമിഷമാണ്. എന്തായാലും വളരെയധികം സന്തോഷം. കലോത്സവ നഗരിയിലെ വ്യത്യസ്ത തരം കാഴ്ചകൾ അവസാനിക്കുന്നില്ല. നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ഒപ്പന, നാടൻ പാട്ട്, വഞ്ചിപ്പാട്ട് അങ്ങനത്തെ കലാരൂപങ്ങൾ മാത്രമല്ല, തുടർന്നും ഒരുപാട് കലാരൂപങ്ങൾ ഇവിടെ ഉണ്ട്. ആദിവാസി സമൂഹക്കാരുടെ വ്യത്യസ്ത തരം ഇങ്ങനെയൊരു കലാരൂപം ഇന്ന് നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തി തന്നത് ഏത് സ്കൂളിലെ സ്റ്റുഡൻസ് ആണെന്നുള്ളത് നമുക്കിവിടെ സാർ ഉണ്ട്, സാറിന്റെ അടുത്ത് ചോദിക്കാം. സാർ, ഏത് സ്കൂളാണ് ഇത്? എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളാണ്. ആ സ്കൂളിലെ കുട്ടികളാണ് ഈ ഗോത്ര കലാരൂപം അവതരിപ്പിച്ചത്. കഴിഞ്ഞ വർഷവും കുട്ടികൾ മലപ്പുറം ജില്ലയിൽ 1ാം സ്ഥാനം നേടി സ്റ്റേറ്റിൽ A ഗ്രേഡോടുകൂടി വിജയം കരസ്ഥമാക്കിയതാണ്. ആ ഒരു ഊർജം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ വർഷവും കുട്ടികളെ പരിശീലന രംഗത്തേക്ക് വന്നത്. അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും അധ്യാപകരുടെ ഭാഗത്തുനിന്നൊക്കെ നല്ല സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് കുട്ടികൾക്ക് ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ പഠനത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒഴിവ് സമയങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ടാണ് കുട്ടികൾ പരിശീലനത്തിൽ ഏർപ്പെട്ടത്. പ്രധാനമായിട്ട് നമ്മുടെ വിൻസെന്റ് സാറാണ് നമ്മുടെ ഇതിൻ്റെ കൺവീനർ. സാറ് ഒരുപാട് ഇഫോർട്ട് എടുത്തുകൊണ്ടാണ് ഈ ഒരു രംഗത്തേക്ക് കുട്ടികളൊക്കെ എത്തിച്ചത്. നമുക്ക് 8 ഐറ്റത്തിന് ഞങ്ങൾക്ക് നിലമ്പൂർ ജില്ലയിലേക്ക് ഞങ്ങൾക്ക് മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അതിലൊരു ഐറ്റമാണ് കഴിഞ്ഞ വർഷത്തെ അതേ ഐറ്റം തന്നെയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം സംസ്ഥാനത്തേക്ക് പോകുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഈ അവസരത്തിൽ നിൽക്കുന്നത്. സ്കൂളും സാറുമാരും കുട്ടികളും എല്ലാവരും ഫുൾ ഓൺ ഫുൾ പവറിലാണ്. സാർ, എന്താണ് വളരെ സന്തോഷം തോന്നുന്നുണ്ട്? നല്ല സന്തോഷമുണ്ട്. 2ാം തവണയാണ് മംഗലംകളി ഞങ്ങൾ സംസ്ഥാനത്തേക്ക് പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ, സൂചിപ്പിച്ച പോലെ തന്നെ ഗ്രാമീണ പ്രദേശത്തെ ഒരു സ്കൂളാണ്. അവിടെ നിന്ന് സംസ്ഥാന തലത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സ്കൂളാണ്. സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികളാണ്. പക്ഷെ ഇവരെല്ലാം ഒത്തൊരുമയോടുകൂടി, അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ ഇത്തരം കലകൾ പ്രോത്സാഹിപ്പിക്കുന്നു. പഠനം മാത്രമല്ല, അത്തരത്തിലേക്കൊക്കെയുള്ള ഒരു പ്രോത്സാഹനമാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടാൻ പ്രചോദനമായത്. ഒത്തിരി സന്തോഷം. സമൂഹത്തിന് മുന്നിൽ ഇത്തരം ഒരു ആചാരങ്ങളും ഇത്തരം ഒരു നൃത്തവും എല്ലാം നിലനിൽക്കുന്നുണ്ട് എന്ന് കാണിച്ചു തന്നില്ല. വളരെയധികം നന്ദി തന്നെ പറയണം ഈ കുട്ടികളോടും ടീച്ചേഴ്സിനോടും അതേപോലെ തന്നെ പാരന്റ്സിനോടും. എല്ലാവരും ചൂസ് ചെയ്യുന്നത് പോലെ കോമൺ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരാതെ ഇത്തരം വ്യത്യസ്തമായൊരു കലാരൂപം എടുത്തു എന്നുള്ളതിൽ വളരെയധികം അഭിമാനം തോന്നുന്നു. എന്തായാലും തുടർന്നും നല്ല രീതിയിൽ മത്സരിക്കാൻ വേണ്ടി പറ്റട്ടെ. A ഗ്രേഡും ഫസ്റ്റും എല്ലാം കരസ്ഥമാക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായിട്ടിരിക്കട്ടെ. അടിപൊളിയാക്കില്ലേ? ഇനി മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടിയിട്ടാണ് ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നല്ല എനർജി വേണം, അടിപൊളിയാവണം. ഓക്കെ. ഏതാണ് സ്കൂൾ എന്നുള്ളതൊന്ന് ഉറക്കെ പറഞ്ഞ് എനർജി ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ, അറേബ്യൻ ചിക്കൻ മന്തി, മസാല ഷവായകൾ, ഷവർമ, വിവിധതരം ബർഗറുകൾ, സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.